നമസ്കാരം. ഇന്ത്യൻ ആർമിയെ രാഷ്ട്രീയവൽക്കരിക്കുകയും സ്വജനപക്ഷപാതവൽക്കരിക്കുകയും ചെയ്ത രണ്ട് വ്യക്തികളാണ് നെഹ്റുവും കൃഷ്ണമേനോനും. 62-ലെ ചൈനീസ് യുദ്ധത്തിൽ നമുക്ക് നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ കാരണങ്ങളിലൊന്ന് സൈന്യത്തിലെ ഈ സ്വജനപക്ഷപാതമായിരുന്നു. നെഹ്റുവും കൃഷ്ണമേനോനും ചേർന്ന് അവരുടെ ആജ്ഞാനുവർത്തികളായ കുറെ കഴിവുകെട്ട ഉദ്യോഗസ്ഥരെ ആർമിയുടെ തലപ്പത്തെത്തിച്ചു. പല കഴിവുള്ള ഉദ്യോഗസ്ഥരെയും മാറ്റി അവർ പറഞ്ഞാൽ അനുസരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചു. പ്രതിരോധ മന്ത്രിയായിരുന്ന കൃഷ്ണമേനോൻ പല ആർമി ഉദ്യോഗസ്ഥരെയും പരസ്യമായി അപമാനിച്ചിരുന്നു. പലരും രാജിവെച്ച് പുറത്തുപോയി. ആ ഒഴിവുകളിലൊക്കെ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പ്രതിഷ്ഠിക്കപ്പെട്ടു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ അക്കാലത്തെ പല നടപടികളെക്കുറിച്ചും വിശദമാക്കുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ആർമിയുടെ പൂവർ ഓപ്പറേഷണൽ റെഡിനെസിനെ കുറിച്ച് പ്രതിരോധ മന്ത്രാലയത്തിന് കത്തെഴുതിയ ഒരു വ്യക്തിയാണ് ജനറൽ വർമ്മ. അദ്ദേഹത്തോട് ആ കത്ത് പിൻവലിക്കുവാനാണ് കൃഷ്ണമേനോന്റെ ഓഫീസ് ആവശ്യപ്പെട്ടത്. അതിന് തയ്യാറാകുവാൻ കൂട്ടാക്കാത്ത ജനറൽ വർമ്മയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. അതേപോലെ തന്നെ ജനറൽ ഊംറാവ് സിംഗ്, അദ്ദേഹമായിരുന്നു അന്നത്തെ ചൈനീസ് ബോർഡറിലെ ഇന്ത്യൻ കമാൻഡർ. നെഹ്റുവും കൃഷ്ണമേനോനും ചേർന്ന് ചൈനീസ് അതിർത്തിയിൽ ചെയ്യുന്ന പല നടപടികളോടും എതിർപ്പുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഊംറാവ് സിംഗ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി. പകരം ലഫ്റ്റനന്റ് ജനറൽ BM ഖൗൾ എന്ന തങ്ങളുടെ ആജ്ഞാനുവർത്തിയായ ഒരു ജനറലിനെ ആ സ്ഥാനത്ത് നിയമിച്ചു. ആ നിയമനത്തിന്റെ ഫലം ചൈനീസ് യുദ്ധകാലത്ത് നാം അനുഭവിക്കുകയും ചെയ്തു. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ അഴിമതി കേസാണ് ജീപ്പ് സ്കാൻഡൽ. VK കൃഷ്ണമേനോനായിരുന്നു അന്ന് ഭാരതത്തിന്റെ UK-യിലെ ഹൈക്കമ്മീഷണർ. സകല പ്രോട്ടോകോൾ ലംഘിച്ച് UK-യിലെ ഒരു കമ്പനിയിൽ നിന്നും 80 ലക്ഷം രൂപയ്ക്ക് കുറെ ആർമി ജീപ്പുകൾ കൃഷ്ണമേനോൻ വാങ്ങി. ഈ കേസുമായി മുന്നോട്ട് പോകുവാൻ നെഹ്റു ഗവൺമെന്റ് തയ്യാറായില്ല. ഒരന്വേഷണവും ഇല്ലാതെ കേസ് ക്ലോസ് ചെയ്തു. കേസ് ക്ലോസ് ചെയ്തത് പ്രതിപക്ഷത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇലക്ഷനിൽ വിഷയമാക്കിക്കൊള്ളുവാൻ പറഞ്ഞു. അധികം താമസിയാതെ തന്നെ കൃഷ്ണമേനോനെ നെഹ്റു മന്ത്രിസഭയിൽ വകുപ്പില്ലാത്ത മന്ത്രിയായി നിയമിച്ചു. പിന്നീട് അദ്ദേഹത്തെ പ്രതിരോധ മന്ത്രിയാക്കി. ഇതൊക്കെയായിരുന്നു നെഹ്റുവിന്റെ ധാർമ്മികതയും സൈന്യത്തോടുള്ള പൊതു സമീപനവും. ഭാരതത്തോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളിലും പട്ടാള അട്ടിമറികൾ നടന്നിരുന്നു. പാകിസ്ഥാൻ അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു. നെഹ്റുവിന്റെ പല സമീപനങ്ങളും അനലൈസ് ചെയ്യുമ്പോൾ ഇത്തരമൊരു പട്ടാള അട്ടിമറി അദ്ദേഹം ഭയന്നിരുന്നുവോ എന്ന് തോന്നിപ്പോകും. അതിനെക്കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അടുത്ത ആഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.